ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സേമിയ വെച്ചിട്ടുള്ളൊരു പുട്ടുമായിട്ടാണ്. നല്ല ടേസ്റ്റി പുട്ടാണ് കേട്ടോ. സേമിയ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് അതിനകത്ത് മുങ്ങാൻ മാത്രമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. സാധാരണ നോർമൽ വാട്ടറാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ വെള്ളത്തിൻ്റെ അളവും കൂടി കണക്കൂട്ടി വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. സേമിയത്തിൻ്റെ അളവ് പോലെയാണ് കേട്ടോ. നേരിയ നൂല് പോലുള്ള സേമിയൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ നമുക്കത് എടുക്കുക. അതിനുശേഷം ഞാനൊരു അരിപ്പയിലോട്ട് അതിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ പുട്ട് ചുടുന്നത് പോലെ കുറച്ച് തേങ്ങ നിറച്ച് അതിനകത്തോട്ട് നമ്മൾ സേമിയം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആവിയേറ്റിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ പഞ്ചസാര ഇട്ടിട്ടും പിന്നെ പഴം കൂട്ടിയിട്ടും ഒക്കെ സൂപ്പറാണ് കേട്ടോ. പക്ഷെ കറി റെഡി ആവില്ല. ഞാനതിന് ഇടയ്ക്ക് കുറച്ച് ചോളത്തിൻ്റെ പുട്ടും കൂടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അങ്ങനെ ഇതേ നമ്മളെ സേമിയ പുട്ട് റെഡിയാക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മക്കൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കാൻ മറക്കരുത് കേട്ടോ. എന്നാലേ അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. തേങ്ങ കുറച്ചൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സേമിയത്തിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് പഴം പുഴുങ്ങിയതാണ്. അപ്പോൾ ഇതേ പിന്നെ പുട്ടിൻ്റെ കുറ്റിയിലോട്ട് തന്നെ നമ്മൾ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ്. നമുക്ക് അപ്പോൾ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മളെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. കണ്ടോ, അതെ നമ്മളെ പഴവും കൂടി നിറച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ഇതുകൂടി ആവി കയറ്റി എടുക്കട്ടെ. അപ്പം നമ്മൾ ചെറുതായി മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാവും. പുതിയൊരു വീഡിയോയുമായി കാണാം.